ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അല്ലേ? നമ്മളെ ഗുരുവിനെ എത്ര മൂന്ന് ഭഗവാന്മാരായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു ശിവനാണ്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ ഒരു ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ നോളജ് തരുന്ന ഒരാളാണ് ഗുരു. വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിസർവർ ആണ് എന്ന് പറഞ്ഞാൽ ഈ നോളജിനെ വെച്ച് വിസ്ഡം ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ശിവഭഗവാനെ നമ്മൾ എപ്പോഴും ഡിസ്ട്രോയർ ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ചീത്ത സാധനത്തിനെ എപ്പോഴും ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മൾ ശിവഭഗവാനെ കാണുന്നത്. അപ്പൊ ശിവഭഗവാനും ഗുരുവും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇഗ്നറൻസിനെ നമുക്ക് വിവരം ഇല്ലായ്മ മായ്ക്കുന്ന ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരാളാണ് ഗുരു. അപ്പം അതുകൊണ്ടാണ് ശിവഭഗവാനുമായിട്ടും കമ്പയർ ചെയ്യുന്നത്. പരബ്രഹ്മ ആണ് ഒരു ഗുരു എന്ന് പറയുന്നത് അല്ലെ. നമ്മളുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ഫ്രം അവർ ബർത്ത് അല്ലെ, നമുക്ക് ഗുരുക്കളുടെ ഒരു ഇത് കാരണം തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മളായിട്ട് മാറിയിരിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമ്മളുടെ ആ ഗുരുക്കളെ ഒക്കെ നമിക്കാനും ഒരു നല്ല താങ്ക്സ് പറയാനും യൂസ് ചെയ്യാം അല്ലെ. അതാണ് ഗുരു പൂർണിമ. അപ്പൊ ഹിന്ദു കലണ്ടറിൽ ജൂൺ ജൂലൈ ആ സമയത്ത് വരുന്ന ഫുൾ മൂൺ ഡേ, അതാണ് പൂർണിമ എന്ന് പറഞ്ഞ ഫുൾ മൂൺ ഡേ ആണ്. ഈ വർഷം 2026 ജൂലൈ 29 ഇത് ഫോളോ ചെയ്യുന്നത് കേട്ടോ, ഗുരു പൂർണിമ. ഈ ഗുരു പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്ത് രസം അറിയോ? ഗു പറഞ്ഞ ഡാർക്ക്നെസ്, രു പറഞ്ഞ റിമൂവർ എന്നാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഡാർക്ക്നെസ്സിനെ റിമൂവ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഗുരു. അത് ഏത് ഫോമിലും വരാം. നമ്മളെ സ്പിരിച്വൽ ഗുരു, മെന്റേഴ്സ്, നമ്മളെ പാരൻസ്, അങ്ങനെ എന്ത് ഫോമിലും വന്ന് നമ്മളെ ഗൈഡ് ചെയ്ത് തരുന്ന ഒരാൾ നമ്മളെ ഗുരു. അവരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് ഗുരു പൂർണിമ. ഈ ഗുരു പൂർണിമയ്ക്ക് വേറൊരു പേരുണ്ട്, ഗസ് ചെയ്യാവോ? ക്ലൂ. ആ ശരി, ക്ലൂ തരാം. ഗുരു പൂർണിമ ശരിക്കും നമ്മളുടെ പണ്ട് പണ്ട് നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്തത് തന്നെ ഒരു ഋഷി കാരണമാണ്, ഒരു മഹാഋഷി കാരണമാണ്. അതിലൊരു ക്ലൂ ഉണ്ട് കേട്ടോ. മഹാഋഷി എന്ന് പറഞ്ഞപ്പോ ആരാന്നറിയോ? വ്യാസമുനി. ഓക്കെ. വ്യാസം ഋഷി കാരണമാണ് നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതുകൊണ്ട് ഇതിന്റെ ഒരു വേറെ പേര് നിനക്ക് ഇപ്പൊ ഗസ് ചെയ്യാവോ? വ്യാസപൂർണിമ. കറക്റ്റാ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യാസ ഋഷിയാണ് നമ്മളുടെ പുരാണങ്ങളും ഗ്രന്ഥങ്ങളും എന്തിനു പറയാം നമ്മുടെ മഹാഭാരതം വരെ രചിച്ച ഒരു വലിയ മഹാഋഷിയാണ് അല്ലേ. അപ്പം അത്രയും നമുക്ക് ഒരു ഇൻഫർമേഷൻ, ഒരു നോളജും അതുപോലെ തന്നെ നമുക്ക് ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യണം, ആക്ട് ചെയ്യണം എന്നൊക്കെ വരെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് വരെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും എല്ലാവരും മഹാഭാരതത്തിനെ നമ്മുടെ പുരാണസിനെയൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു ഋഷി കാരണമാണ്. അപ്പം നമ്മളുടെ വ്യാസപൂർണിമ എന്നും കൂടി ഈ ഗുരു പൂർണിമയ്ക്ക് ഒരു പേരുണ്ട്. ഗുരു ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കരുത്, നമ്മളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിരുന്ന ഒരാള്. അങ്ങനെ ടീച്ചറിനോട് നമുക്ക് എന്തും ചോദിക്കാം. ആക്ച്വലി ഇവർ അതിലും വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ മനസ്സിലാക്കണം, അങ്ങനെ നമ്മളെ ലൈഫിൽ എന്ത് ക്രൈസിസോ എന്ത് ചാലഞ്ച് വന്നാലോ നമ്മൾ അറിയാതെ തന്നെ അത് ഫേസ് ചെയ്യാൻ നമുക്കൊരു എൻകറേജ്മെന്റ് തരുന്ന ഒരാളാണ് ഗുരു. ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്താ അറിയോ? ലൈറ്റ് ഹൗസ് ഇല്ലേ രഞ്ജു, ഷിപ്പ് എത്ര വലിയ ബുദ്ധിമുട്ടുള്ള സ്റ്റോം കൂടിയും എന്ത് വേവ്സ് റഫ് ഡേ ആണെങ്കിലും ഷിപ്പിന് ദൂരെന്ന് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. ആ ലൈറ്റ് ഹൗസിന്റെ ലൈറ്റാണ് ഷിപ്പിനെ ഗൈഡ് ചെയ്യുന്നത്. അതേപോലെ നമ്മളെ ലൈഫിൽ കുറേ ക്രൈസിസും ചാലഞ്ചസും ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗുരു കാണിച്ചു തന്നൊരു വഴി, ആ ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൽ ത്രൂ ആണ് നമ്മൾ പോണത് അല്ലേ. നീ പറഞ്ഞപ്പോ ഇപ്പൊ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. നമ്മളിപ്പോ ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യണു, അത് ഫാദേഴ്സിന് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ട്. മദേഴ്സ് ഡേ ഉണ്ട്, മദേഴ്സിന് മാത്രം. അതേസമയം ടീച്ചേഴ്സ് ഡേ ഉണ്ട് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന് മാത്രം. പക്ഷെ ഈ ഗുരു പൂർണിമയുടെ ഏറ്റവും വലിയ കാര്യം നീ പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് നോളജ് തരുന്ന ആളെയും നമ്മൾ ഗുരു പൂർണിമയിൽ നമ്മൾ അവർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടീച്ചേഴ്സിനെക്കാട്ടും മുമ്പ് വരുന്നതാണ് പേരൻസ് അല്ലെ. നമ്മൾ ജനിക്കുന്ന ഒരു കുട്ടി വരുമ്പോൾ തന്നെ അമ്മയും അച്ഛനുമാണ് അതിനെല്ലാം പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും. അത് കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നതും. അപ്പൊ അവിടുത്തെ ആദ്യത്തെ ഗുരുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയായി. പിന്നെ ചിലപ്പോൾ എൽഡർ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടി അവരിൽ നിന്ന് പഠിക്കും, ഗ്രാൻഡ് പേരൻസിൽ നിന്ന് പഠിക്കും. അപ്പം അങ്ങനെ കുറേ സെറ്റ് കഴിഞ്ഞിട്ടാണ് ടീച്ചേഴ്സിലേക്ക് വരുന്നത്.
ഇതുപോലെ വലുതായി കഴിയുമ്പം ഇപ്പൊ എനിക്ക് പാട്ട് പഠിക്കാൻ ഇഷ്ടാ. അപ്പം എൻ്റെ ഒരു പാട്ട് ടീച്ചർ എൻ്റെ ഗുരുവാ. എനിക്ക് കരാട്ടെ പഠിക്കാൻ ഇഷ്ടാ. കരാട്ടെ സർ എൻ്റെ ഗുരുവാണ്. അപ്പം എല്ലാം ഒരു വലിയൊരു സെറ്റാണ് ഈ ഗുരൂസിന്റെ ഉള്ളിൽ വരുന്നത്. ശരിക്കും ഇതിനെ ഒരു റിലീജിയസ് സെലിബ്രേഷൻ എന്ന് പറയാനേ പറ്റില്ല. ബിക്കോസ് എല്ലാ റിലീജിയൻകാർക്കും ഏത് റിലീജിയനും ആയിക്കോട്ടെ ഈ ഗുരൂസ് ഇല്ലാത്ത ഒരു കുട്ടിയേ ഇല്ല ആ വലുതാവുമ്പോ അല്ലേ. അപ്പം എല്ലാവർക്കും ഒരുപോലെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെലിബ്രേഷൻ ആണ് ഗുരുപൂർണിമ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ മോഡേൺ ലൈഫിൽ നമ്മൾ സത്യം പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങും. നമ്മൾ എന്ത് ഒരു എന്താ പറയുക ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ആ പാത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ മറക്കണ്ടോ എന്ന് സംശയം. നമ്മൾ എന്ത് അച്ചീവ് ചെയ്തോ അതിൻ്റെ ബാക്കിൽ ആരോ ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മളെ എൻകറേജ് ചെയ്തിട്ടുണ്ട്, നമ്മളിൽ ബിലീവ് ചെയ്തിട്ടുണ്ട്. ആ ആൾക്കാരാണ് ഗുരൂസ്. അപ്പൊ ഈ ദിവസം ഗുരു പൂർണിമ ഡേ നമ്മൾ പ്രത്യേകിച്ചും അവരെ ഒന്ന് എല്ലാരെയും ഓർമ്മിച്ച് അവരോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. ഇപ്പം മോഡേൺ ഏജിലെ ചിലപ്പോ ഒരു ഡൗട്ട് ഉണ്ടാവും. ചാറ്റ് GPT ഉണ്ട്, ക്ലോഡ് ഉണ്ട്, ജെമിനി ഉണ്ട്. അപ്പം ഇവരൊക്കെ ഗുരൂസ് അല്ലേ, ഇവരൊക്കെ നമുക്ക് ഇൻഫർമേഷൻ തരുന്നില്ലേ? പക്ഷെ അല്ലാട്ടോ. ആക്ച്വലി ഒരു ഇൻഫർമേഷൻ മാത്രമേ തരുന്നുള്ളൂ. നമ്മൾ ഗുരൂസ് എന്ന് പറയുന്നത് നമുക്കൊരു വിസ്ഡം തരുന്നവരെയും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് റൈറ്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, നോളജ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ബുദ്ധി അതിനെ മാത്രം അതിനൊക്കെ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബുദ്ധി ഈസ് റിയലി ഗുഡ്. പക്ഷെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യണം, എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം, ഇതിനെയാണ് വിസ്ഡം എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു നോളജിനെ വെച്ച് നമ്മൾ ബാക്കിയുള്ള എല്ലാ ലിവിങ് ബീങ്സിനോടും ഒരു കമ്പാഷൻ കാണിക്കുക, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ഇതൊന്നും ഇവർക്കൊന്നും പഠിപ്പിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതൊക്കെ റിയൽ ആയിട്ട് ജീവനുള്ള നമ്മുടെ ഗുരൂസിന് മാത്രമേ പഠിപ്പിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പൊ ഗുരു പൂർണിമ എന്ന് പറഞ്ഞിട്ട് പോയി ഓരോ ഗാഡസിനെ ഒന്നും പൂജ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ജീവനോടെ നമ്മളാക്കാൻ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെയാണ് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അതെ, ലൈഫിലെ പല പല ഫേസ് കൂടി നമ്മൾ പോകുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അവരെന്തുപോലെയാണ് ഒരു വിളക്ക് വേറൊരു വിളക്കിനെ തെളിയിക്കുമ്പം ഈ ഫസ്റ്റ് വിളക്കിന്റെ തെളിച്ചം പോണേയില്ല, അത് ബ്രൈറ്റായി തന്നെ ഇരിക്കുക. അതേപോലെ ഗുരു സെൽഫ്ലെസ് ആയിട്ട് അവരുടെ നോളജ് നമുക്ക് ഇമ്പാർട്ട് ചെയ്ത് തന്നിട്ട് നമ്മുടെ വഴിയും കൂടി കുറച്ചും കൂടി തെളിച്ചു തരുന്ന ആൾക്കാരാണ് ഗുരു. അപ്പം ഈ ദിവസം ഗുരു പൂർണിമ നമുക്ക് നമ്മളെ ചെറുപ്പം തൊട്ട് ഇന്ന് വരെ നമ്മളെ കൂടെ നിന്ന് നമ്മൾ ഗൈഡ് ചെയ്ത ഓരോ ഗുരുസിനെയും മനസ്സിലാലോചിച്ച് അവരൊക്കെ ഒരു ബ്ലെസ്സിങ് ആയി കണ്ടിട്ട് എല്ലാവർക്കും നല്ലൊരു ഗുരു പൂർണിമ വിഷ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് വിത്ത് റൺ ആൻഡ് ഗോ.